ഇത് പാർട്ട് 2 പാർട്ട് 1 കാണാത്തവർ ദയവായി പോയി കണ്ടിട്ട് വരിക. വഴിയിൽ കണ്ട കശുവണ്ടി ചേച്ചിക്ക് ചേച്ചിയുടെ സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കഥാസന്ദർഭം. കച്ചവടം നടക്കാതെ വിഷണ്ണയായിരിക്കുന്ന ഈ ചേച്ചിയെ ഞാൻ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നു. ചേച്ചിയുടെ സ്കെച്ച് ഞാൻ ചേച്ചിക്ക് കൊടുക്കുന്നു. ഞാനേ എന്നെ കൊണ്ട് കച്ചവടം വല്ലതും ഉണ്ടാക്കി തരാൻ പറ്റുമോ നോക്കാം. 10 മിനിറ്റ് കൊണ്ട് ഈരുന്ന കശുവണ്ടി പരിപ്പ് വിറ്റ് തീർത്ത ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഈ അണ്ടിപ്പരിപ്പ് വിൽക്കുന്ന ബിസിനസ് തുടങ്ങിക്കൂടാ. കച്ചവടത്തിനായി വഴിയിൽ പോയ എല്ലാവരെയും വിളിച്ച കൂട്ടത്തിൽ റോഡിലൂടെ മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയെ ഞാനൊന്ന് കൈ കാണിച്ച് വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ട കാഴ്ച ദേ ഇതാണ്. ഞാൻ യാദൃശ്ചികമായി കൈ കാണിച്ച ഓട്ടോയ്ക്കകത്തിരുന്നത് ഭീമൻ രഘുചേരനാണെന്നുള്ള സത്യം കേട്ടപ്പോൾ നിങ്ങൾ അമ്പരന്നില്ലേ? അമ്പരന്നില്ല എന്ന് പറയല്ലേ, കാരണം ഞാൻ അമ്പരന്നു. സന്തോഷായില്ലേ? എനിക്ക് ചായ ഒന്നും വേണ്ട. ഈ സംഭവിച്ചതെല്ലാം യാദൃശ്ചികമായിരുന്നു. യാദൃശ്ചികമായിട്ടാണെങ്കിലും ആ ചേച്ചിയുടെ മുഖത്ത് സന്തോഷം കൊണ്ടുവരാൻ സാധിച്ചു. ഞാൻ ത്രിതങ്ക പുളകനാകുന്നു. നന്ദി, നമസ്കാരം.